പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒരുപക്ഷെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ഈശോയ്ക്ക് വേണ്ടിയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടിയും നമ്മളെടുത്ത ഈ തീരുമാനങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കാൻ കാരണം ഈശോ നമ്മുടെ പക്ഷത്താണ് എന്നൊരു ഉറച്ച വിശ്വാസം കൊണ്ടല്ലേ? ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ കൊണ്ടല്ലേ? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ബഥാനിയയിലെ തൈലാഭിഷേകം നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു സ്ത്രീ വില കൂടിയ തൈലം ഈശോയുടെ ശിരസിൽ ഒഴിക്കുകയാണ്. ചുറ്റുമുള്ളവർ ആ സമയത്ത് ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഈ പൈസ ദരിദ്രർക്ക് കൊടുത്തുകൂടെ? ഇത്രയും വില കൂടിയ തൈലം ഇവിടെ കളയേണ്ട കാര്യമുണ്ടായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ലോകത്തിന് ഒരുപക്ഷെ ഈശോയുടെ ആഗ്രഹവും നമ്മുടെ ആത്മീയ ഉദ്ദേശങ്ങളും തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈശോ നമ്മളെ ആ സമയത്ത് ചേർത്ത് പിടിക്കും. അവിടെ ഈശോ പറയുകയാണല്ലോ, നിങ്ങൾ എന്തിനാണ് ഇവളെ കുറ്റപ്പെടുത്തുന്നത്? അവളെൻ്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കമായിട്ടാണ് ഇത് ചെയ്തതെന്ന്. എത്രയോ വലിയ കാര്യമാണ് അവിടെ ആ സ്ത്രീ ചെയ്തത്. സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന കാലത്തോളം അത് പ്രഘോഷിക്കപ്പെടുന്നു. ലോകത്തിനൊരു പക്ഷേ പല തീരുമാനങ്ങളും തെറ്റാണ്, അത് ശരിയായ സമയത്തല്ല എന്നൊരു തോന്നൽ വന്നേക്കാം. പക്ഷേ നമ്മൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഇത് ദൈവഹിതമാണോ? ഇതെൻ്റെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ പറ്റുന്നതാണോ എന്ന് മാത്രം നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണ് സഭയെ ഇത്രത്തോളം വളർത്തിയത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ.